അനലിസ്റ്റ് മൈൻഡ് സെറ്റ്. നിങ്ങൾ ഓൾറെഡി കണ്ടല്ലേ, ഇത് ഫോർമുല അല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫോർമുല, ഇറ്റ്സ് ദ മൈൻഡ് സെറ്റ്. ഒരു പ്രോബ്ലം നിങ്ങളുടെ മുന്നിൽ വരുമ്പം അത് അൺക്ലീൻ ഡാറ്റ ആയിരിക്കാം, എന്തെങ്കിലും ആട്ടെ, വാട്ട് ഓവർ ഡാറ്റ ഈസ് ദർ, അതിനെ എങ്ങനെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് യു ആർ ദ പേഴ്സൺ ഓവർ ദർ ടു സോൾവ് ഇറ്റ്, കോർപ്പറേറ്റിന് വേണ്ടി. ഇഫ് യു ഡു ദാറ്റ്, നിങ്ങൾ അതാകുകയാണെങ്കിൽ യു ബിക്കം ഇൻഡിസ്പെൻസിബിൾ ഇൻ എനി ഓർഗനൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ AI വരട്ടെ, ChatGPT വരട്ടെ, ഇറ്റ് ബിക്കംസ് എ ടൂൾ ഫോർ യു. നമ്മൾ സാധാരണ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്ത് ഡാറ്റ ചലഞ്ചുകൾ എന്ന് പറയും കേട്ടോ. ചില ഡാറ്റ ഓൾറെഡി നമ്മൾ കാണത്തില്ലേ, നിങ്ങളിപ്പോൾ ഒരു കഫറ്റേരിയ ചായ കുടിക്കാൻ പോവുകയാണ്, ചിലര് ബില്ല് ചെയ്യത്തില്ല, ക്യാഷ് മേടിക്കും. ആക്ച്വലി അവർ ഡാറ്റ ക്യാപ്ചർ ചെയ്തില്ല. അപ്പം ക്യാപ്ചർ ചെയ്യാത്ത ഡാറ്റ തന്നെ ക്യാപ്ചർ ചെയ്തില്ല. ക്യാപ്ചർ ചെയ്ത ഡാറ്റ തന്നെ ചില മിസ്റ്റേക്കുകളാണ്, റൈറ്റ് ആയിട്ടുള്ള ഡാറ്റ അല്ല ഞാൻ ക്യാപ്ചർ ചെയ്തത്. ഇനിയിപ്പോ ഡാറ്റ ക്യാപ്ചർ ചെയ്ത ഡാറ്റ അതിൻ്റെ അകത്ത് തന്നെ സിസ്റ്റത്തിൻ്റെ അകത്ത് എററാണ്. ഇങ്ങനത്തെ പല ഇഷ്യൂസ് ഉണ്ട്. അൾട്ടിമേറ്റ്ലി നിങ്ങൾ വി ആസ് എ പേഴ്സൺ ഇസ് ഏബിൾ ടു സോൾവ് ദിസ്. ഇതിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യു ബിക്കം ദ ഗോ പേഴ്സൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ബിക്കം ദ പേഴ്സൺ ദാറ്റ് എവരി വൺ ഹാവ് ടു കം ടു. കാര്യം ഡാറ്റയ്ക്കകത്താണ് സൊല്യൂഷനുകളുള്ളത്. ഇതിനാണ് ഞാൻ പറയുന്നത് റിഫൈനറി മൈൻഡ് സെറ്റ്. നമ്മൾ സാധാരണ റിഫൈനറിയിൽ എന്തോ ചെയ്യുന്നത്, ക്യാപ്ചർ ചെയ്യണം ഡാറ്റ, അതെടുത്ത് ക്ലീൻ ചെയ്യണം, ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ആക്കണം. ദിസ് ഈസ് കോൾഡ് അനലിസ്റ്റ് മൈൻഡ് സെറ്റ്. ഇന്ന് തൊട്ട് നിങ്ങൾ അഡ്വാൻസ് എക്സൽ എന്ന് കേൾക്കുമ്പോൾ ഓൾവേസ് റിമെമ്പർ ഇറ്റ് ഈസ് ദ മൈൻഡ് സെറ്റ്. ഹൗ അഡ്വാൻസ് എക്സൽ വിൽ ഹെൽപ്പ് യു ടു ഹാവ് ദാറ്റ് മൈൻഡ് സെറ്റ്. ദിസ് ഈസ് കോൾഡ് അനാലിസിസ്. ക്യാപ്ചർ, വാലിഡേറ്റ്, സ്ട്രക്ചർ, ഇന്റർപ്രറ്റ് ആൻഡ് ടെൽ ദ സ്റ്റോറി. എന്താണ് ഇൻഡസ്ട്രിക്ക് വേണ്ടത്?